കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും 28/11/2025 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2020. അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപാകും നിങ്ങൾ കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം PSCന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 471/2025 ആണ്. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു SC STക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. SC STക്ക് നിലവിൽ 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതകൾ എല്ലാവർക്കും അപേക്ഷിക്കാം, പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൂടിയാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതുപോലെ തന്നെ 18 to 31 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1994 അതുപോലെ 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും +2 ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്ലസ് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. മുൻഗണന മാത്രമാണ് കേട്ടോ, അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും കൂടി നമുക്ക് നോക്കാം. അപേക്ഷിക്കാൻ +2 മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ വേണം, ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വേണം, അതുപോലെ 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, 48 കിലോഗ്രാം ഭാരം വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 50 മീറ്ററിൻ്റെ ഒരു സ്വിമ്മിംഗ് ട്രയൽ ഉണ്ട്. ആ ഒരു ട്രയൽ നിങ്ങൾ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 50 മീറ്റർ നിങ്ങൾ നീന്തണം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കേണ്ടതായിട്ടുമുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിംഗ് പൂളാണ് പറഞ്ഞത്. അതായത് കുളത്തിലോ അല്ലെങ്കിൽ തോടിലോ എവിടെയെങ്കിലും ആയിരിക്കും, കുളത്തിലോ പുഴയിലോ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരെ 2 മിനിറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ PSC പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 8 എണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇവൻറ്റ് കാണാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള ടൈം, ഡിസ്റ്റൻസ്, കാര്യങ്ങൾ, കൗണ്ട് ഇതൊക്കെ ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി മനസ്സിലാക്കാം നിങ്ങൾക്ക്. ഞാൻ ഓരോന്ന് പറയാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ളപ്പ് ഓർച്ചിനിങ്, 1500 മീറ്റർ ഓട്ടം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.